അന്വേഷണ സംഘത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറി സർക്കാർ. പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന എഡിജിപി എച്ച് വെങ്കിടേശനാണ് റിപ്പോർട്ട് കൈമാറിയത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് റിപ്പോർട്ട് കൈമാറിയത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ഇന്ന് ചേരും. രാവിലെ 10:30 തിരുവനന്തപുരത്താണ് യോഗം ചേരുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപമടങ്ങുന്ന റിപ്പോർട്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് സർക്കാർ കൈമാറിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് അതിരൂക്ഷ വിമർശനമാണ് സർക്കാർ കേട്ടത്. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറി. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഡാൻ, പ്രധാനമായും പൂർണ്ണരൂപം റിപ്പോർട്ടിന്റെ പൂർണ്ണ പതിപ്പ് സർക്കാർ അന്വേഷണ സംഘത്തിന് കൈമാറി. ഇന്ന് അന്വേഷണ സംഘം പ്രത്യേക യോഗം ചേർന്നു. ഏത് തരത്തിലായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക എന്നാണ് അറിയാൻ സാധിച്ചത്. ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഡാൻ? കഴിഞ്ഞ ദിവസം ഈ വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ വിമർശനങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്ത് തുടർ നടപടികളാണ് സ്വീകരിച്ചത് എന്ന തരത്തിൽ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ, അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് തിടുക്കത്തിലുള്ള നീക്കങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ. സ്വാഭാവികമായി ക്രൈംബ്രാഞ്ച് മേധാവി എഡിജിപി എച്ച് വെങ്കിടേഷ് നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നത്. മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥരൊക്കെ ഈ സംഘത്തിലുണ്ട്. പക്ഷേ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് തിടുക്കത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് അവർ കടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർണായകമായ വിശദാംശങ്ങൾ മുഴുവനടങ്ങിയ റിപ്പോർട്ടിന്റെ പകർപ്പ് അത് കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത്. അവിടെ അത് കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം അതിലെ വിശദാംശങ്ങൾ, നിർണായകമായ വിവരങ്ങൾ പഠിച്ചതിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങളിലേക്ക് അവർ കടക്കുക. എന്തായാലും ആരോപണ വിധേയരായിട്ടുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. അതോടൊപ്പം WCC അംഗങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മൊഴി നൽകാൻ പലരും തയ്യാറാകാതിരിക്കുന്നതിന്റെ കാര്യം. ഈ മൊഴി നൽകി കഴിഞ്ഞാൽ അവരുടെ വിശദാംശങ്ങൾ, അവരുടെ സ്വകാര്യത ഹനിക്കപ്പെടും, വേട്ടയാടപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അതിൽ അവർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു തീരുമാനങ്ങളിലേക്ക് ധൈര്യമായി അവർ കടന്നു വരാൻ തയ്യാറാകാതിരിക്കുന്നതെന്നാണ്. അവിടെയാണ് വളരെ സൂക്ഷ്മതയോടെ കൃത്യമായി അതീവ രഹസ്യമായി, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയത് ജസ്റ്റിസ് ഹേമ തനിയെയായിരുന്നു. ഒരു സ്റ്റെനോഗ്രാഫറുടെ പോലും സഹായമില്ലാതെയായിരുന്നു അതിന്റെ സൂക്ഷ്മതയും സ്വകാര്യതയും നിലനിർത്തേണ്ടതിന് വേണ്ടി, അതിന്റെ ജാഗ്രത ഉൾക്കൊണ്ടുകൊണ്ട് അവർ തനിയെ ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതേ തരത്തിൽ തന്നെയായിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളും. ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകുന്ന ഒരു നടിമാരുടെയും, ദുരനുഭവം നേരിട്ട ഒരു നടിമാരുടെയും വിശദാംശങ്ങൾ പുറത്തു വരാൻ പാടില്ല. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ കൂടുതൽ പേർ ഈ പരാതിയുമായി രംഗത്തെത്തുമെന്ന തരത്തിലുള്ളൊരു നിലപാടാണ് WCC അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് മുമ്പിൽ സ്വീകരിച്ചത്. ആ കാര്യങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം എടുക്കുന്ന തീരുമാനവും നിർണായകമായി മാറുമെന്നാണ് സൂചന. അതാണ് സാഹചര്യം. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്ന് അതിരൂക്ഷ വിമർശനം നേരിട്ടിരുന്നു. ഏറ്റവും പ്രധാനമായി 4 വർഷം എന്തെടുക്കുകയായിരുന്നു സർക്കാർ എന്നുള്ള ചോദ്യമടക്കം, എന്തുകൊണ്ട് ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയ ചോദ്യമടക്കം സർക്കാർ ഉന്നയിച്ച, ഹൈക്കോടതി സർക്കാരിനോട് ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ തിടുക്കപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് സർക്കാർ കൈമാറിയതെന്ന് വേണം മനസ്സിലാക്കാൻ. ഡാൻ കുര്യനാണ് വിശദവിവരങ്ങൾ